സാമൂഹിക പ്രവർത്തകയും എഴുത്തുകാരിയുമായ സുധാ മൂർത്തിയെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത് രാഷ്ട്രപതി. രാജ്യസഭയിലെ സാന്നിധ്യം നാരീശക്തിയുടെ സന്ദേശമാകുമെന്നും വിവിധ മേഖലകളിലെ മികച്ച പ്രവർത്തനം പ്രചോദനം നൽകുന്നതെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഇൻ്റർനാഷണൽ വിമൻസ് ഡേയിൽ തന്നെ ശക്തമായ സ്ത്രീ സാന്നിധ്യം രാജ്യസഭയിൽ ഉണ്ടാകണം എന്ന ആ ഒരു ആശയം നിലനിർത്തിക്കൊണ്ട് സുധാ മൂർത്തിക്ക് രാജ്യസഭയിലേക്ക് സീറ്റ് നൽകുന്നു. വളരെ ശക്തമായിട്ടുള്ള ഒരു നോമിനേറ്റ് ചെയ്യുന്നു. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു തീരുമാനമല്ലേ പ്രധാനമന്ത്രിയുടെ മുൻകൈയിൽ ഉണ്ടായിരിക്കുന്നത്? അനിൽ നമ്പ്യാർ, രാഷ്ട്രപതി ഇപ്പോൾ ഈ സുധാ മൂർത്തിയെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നിപ്പോൾ ഇന്റർനാഷണൽ വുമൻസ് ഡേ എന്ന രീതിയിൽ വനിതാ ദിനം ലോകമെമ്പാടും പ്രത്യേകിച്ച് ഭാരതത്തിൽ ആചരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ നാരീ ശക്തിക്ക് കൂടുതൽ കരുത്ത് പകർന്നുകൊണ്ട് അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു പ്രതീകമായി കണക്കാക്കപ്പെടുന്ന സുധാ മൂർത്തിയെ ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെ പ്രശംസിച്ചുകൊണ്ട്, ഈ ഒരു തീരുമാനത്തെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്വീറ്റും അല്പസമയം മുമ്പ് പുറത്തു വന്നിരുന്നു. നാരീശക്തിക്ക് കൂടുതൽ കരുത്ത് പകരുന്നതാകും സുധാ മൂർത്തിയുടെ രാജ്യസഭയിലെ സാന്നിധ്യം എന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. നമുക്കറിയാം, എഴുത്തുകാരിയും ഫിലോസഫറും ഒക്കെയായ സുധാമൂർത്തി ഇൻഫോസിസ് പോലുള്ള ഒരു വലിയ കമ്പനിയുടെ ചെയർപേഴ്സണായി പ്രവർത്തിച്ചിരുന്നു. സാമൂഹിക സാംസ്കാരിക രംഗത്തും എഴുത്തിന്റെ രംഗത്തുമൊക്കെ സുധാമൂർത്തിയുടെ കഴിവുകൾ പരിഗണിച്ചും അതോടൊപ്പം തന്നെ സമൂഹത്തിന് നൽകുന്ന സംഭാവന പരിഗണിച്ചും 2003 പത്മഭൂഷണും 2006 പത്മശ്രീയും നൽകി സുധാമൂർത്തിയെ രാഷ്ട്രം ആദരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വിശിഷ്ട വ്യക്തിത്വത്തെയാണ് ഇപ്പോൾ രാജ്യസഭയിലേക്ക് അയച്ചുകൊണ്ട് ഒരു നോമിനേഷൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. സാമൂഹിക പ്രവർത്തകയും എഴുത്തുകാരിയുമായ സുധാമൂർത്തിയെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത് രാഷ്ട്രപതി. രാജ്യസഭയിലെ സാന്നിധ്യം നാരീശക്തിയുടെ സന്ദേശമാകുമെന്നും വിവിധ മേഖലകളിലെ മികച്ച പ്രവർത്തനം പ്രചോദനം നൽകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. ഗൗതം അനന്തനാരായണനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.